ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് മീരാഖിൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എൻ്റെ പ്രഗ്നൻസി സീരീസിൻ്റെ പാർട്ട് 2, അതായത് എൻ്റെ ലേബർ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അതിനു മുന്നേ ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് ഞാൻ എല്ലാവരെയും കാണിക്കട്ടെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടേക്ക് ഒരു സ്റ്റോമാനെ ആരോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ണുണ്ടോ? കണ്ണുണ്ട്. മൂക്കില്ല. മൂക്ക് താഴെ വീണ് കിടക്കുക. കണ്ടോ? അത് കാണാൻ പറ്റുന്നില്ല. ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം താഴെ കിടക്കുന്നത്. പിന്നെ ഇവിടെ വേറെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതെൻ്റെ ഹസ്ബൻഡാണ്. പാവം കഷ്ടപ്പെട്ട് മഞ്ഞ് എങ്ങനെയോ ക്ലിയർ ചെയ്യാൻ നോക്കുകയാണ്. ജോലിക്ക് പോകാൻ പറ്റാതെ വണ്ടി ഇവിടെ സ്റ്റക്കായിരിക്കുക. കാരണം മഞ്ഞത്ത് വണ്ടി ഇറക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇവിടുത്തെ UK വിശേഷം. ഈ സ്നോ എന്ന് പറഞ്ഞൊരു വെതർ അടിപൊളിയാണെങ്കിലും ചിലപ്പോൾ പണിയൊക്കെ തരും. കാരണം നമുക്ക് പുറത്തേക്ക് പോകാൻ ഇച്ചിരി റിസ്ക് കൂടുതലായിരിക്കും. ഹലോ ഗായ്സ്, ലൊക്കേഷൻ ചേഞ്ച് ആക്കേണ്ടി വന്നു. കാരണം എൻ്റെ ബേബി എഴുന്നേറ്റു. ഹസ്ബൻഡ് മഞ്ഞും വാരി കഴിഞ്ഞു. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് 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 ഹായ്. ഹലോ ഹലോ. അമ്മ എന്നെ സ്റ്റോറി പറഞ്ഞറിയോ? കുഞ്ഞിൻ്റെ സ്റ്റോറി പറയാ. കുഞ്ഞ് എങ്ങനെയാ പുറത്ത് വന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഏകദേശം ഒക്ടോബർ 17 വെളുപ്പിനെ 2 മണി തൊട്ട് എനിക്ക് ചെറിയ പെയിനൊക്കെ വരാൻ തുടങ്ങി. ആ പെയിൻ സ്റ്റാർട്ട് ചെയ്തെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഡൾ പെയിൻ ആയിരുന്നു. വന്നും പോയി. ഏകദേശം നമുക്കൊരു മെൻസ്ട്രൽ പെയിൻ എങ്ങനെയാണ് വരുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ് പെയിനായിരുന്നു എനിക്ക് വന്നത്. അപ്പം ഞാനത് കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. കാരണം എനിക്ക് കുറേ ഫോൾസ് ആയിട്ടുള്ള ലേബർ പെയിൻ വരുന്നുണ്ട്. ഞാൻ അതുപോലത്തെ ഒരു പെയിനാണെന്നാണ് വിചാരിച്ചത്. ഒരു 3 മണിക്കൊക്കെ ശേഷമായപ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ഒരു പെയിൻ കൂടുന്ന പോലെ എനിക്ക് തോന്നി. ഏകദേശം പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെച്ചാൽ ആ പെയിൻ എങ്ങനത്തെയെന്ന് വെച്ചാൽ ഷാർപ്പായിട്ട് പെട്ടെന്ന് വരും. എന്നിട്ട് 2-3 മിനിറ്റ് നമ്മളൊന്ന് ബുദ്ധിമുട്ടിക്കും. എന്നിട്ടത് പോകും. എൻ്റെ കൺട്രാക്ഷൻ ടൈമർ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ടൈമിങ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴൊക്കെയാണ് എനിക്ക് പെയിൻ വരുന്നത്, എത്ര മിനിറ്റ് അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര ഇൻ്റർവെല്ലിൻ്റെ ഇടയ്ക്കാണ് ഓരോ കൺട്രാക്ഷൻ വരുന്നതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൻ്റെ ലേബർ കൺട്രാക്ഷനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഈ ഡൾ പെയിൻ പോലെ വരും, പിന്നെ പോകും. ഇതെനിക്കിങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പം ഞാനൊന്നെങ്കിൽ ഇത് ബ്രാക്സൺ ഹിക്സ് ആവാം, ഇല്ലെങ്കിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും ഒരു സിംറ്റം ആവാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തത് 2 മണി തൊട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 2 മണി തൊട്ട് ഇത് ഗ്രാജുവലി ഇങ്ങനെ ഈ പെയിൻ ഇങ്ങനെ കൂടുന്ന പോലെ എനിക്ക് തോന്നാൻ തുടങ്ങിയപ്പോഴാണ് ശരി, ഇത് മേ ബി എൻ്റെ ലേബർ കൺട്രാക്ഷൻ ആയിരിക്കാം. എനിക്കൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഇതൊന്ന് ടൈമിങ് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ വെച്ചിട്ട് ഇത് ടൈം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ ഒരു 20 മിനിറ്റ്സ് 18 മിനിറ്റ്സ് ഒക്കെ ഗ്യാപ്പിലായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ എൻ്റെ കൺട്രാക്ഷൻ ടൈമിംഗ് എല്ലാം നോട്ട് ചെയ്തിരുന്നപ്പോഴത്തേക്കിനും കുറച്ച് ഒരു 4 മണി 4:30 ആയപ്പോഴത്തേക്കിനും പതുക്കെ ടൈമിംഗ് കുറയാൻ തുടങ്ങി. ഒരു 10 മിനിറ്റ്സ് ഒക്കെ എത്താൻ തുടങ്ങി. അതുപോലെ കുറച്ച് കാര്യങ്ങളും ചെയ്യാനുണ്ട്. നമ്മൾക്കിപ്പോൾ പെയിൻ വന്നാലും ഇവിടെ, അതായത് നമ്മളിപ്പോൾ ഒരു മിഡ് വൈഫിനെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു മെറ്റേണിറ്റി ടീമിലേക്ക് വിളിക്കുകയാണ്, ഇതുപോലെ എനിക്ക് പെയിൻ വരുന്നുണ്ട്. അപ്പോൾ അവർ കുറേ അസസ്മെൻറ്റ് ചെയ്യും. എങ്ങനത്തെ കൺട്രാക്ഷൻ ആണെന്ന് അറിയാൻ വേണ്ടി, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് അറിയാൻ വേണ്ടി അവർ കുറേ അസസ് ചെയ്യും. ആ അസസ് ചെയ്യുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, എത്ര നേരമായി കൺട്രാക്ഷൻ തുടങ്ങിയിട്ട്, ഈ കൺട്രാക്ഷൻ ടൈമിൽ എത്ര ടൈം ഗ്യാപ്പ് ഉണ്ട്, പിന്നെ നമ്മൾ പാരസിറ്റമോൾ കഴിച്ചോന്ന് ചോദിക്കും. കൺഫേം ആകാറായി ഏകദേശം ഇതെൻ്റെ ട്രൂ ആയിട്ടുള്ള ലേബർ കൺട്രാക്ഷൻ. ഫൈനലി എനിക്ക് ഒരു സിംറ്റംസും ഇല്ലായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് എല്ലാവർക്കും വാട്ടർ ബ്രേക്ക് ഉണ്ടാകുന്നു, ലേബർ കൺട്രാക്ഷനായിട്ട് പെയിൻ എടുത്തിട്ട് പോയി പ്രസവിക്കുന്നു. എനിക്ക് ഇതൊരു സംഭവം ഇല്ലായിരുന്നു. ആകെ കുറച്ച് ചെറിയ സിംറ്റമായിട്ട് മ്യൂക്കസ് പ്ലഗ് റിലീസ് ചെയ്ത് അത് ഏകദേശം ഡേറ്റ് അടുത്തെത്തിയപ്പോഴാണ് അങ്ങനെയൊക്കെ കാണിക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലഡ് സ്റ്റെയിൻ വന്നത് എക്സാക്ട്ലി പറഞ്ഞാൽ ഒക്ടോബർ 16 എനിക്ക് ബ്ലഡ് സ്റ്റെയിൻ വരുന്നത്. അപ്പോഴേക്കും ഏകദേശം എനിക്ക് കൺഫേമായി ഇനി അധിക ദിവസം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ എനിക്കിവിടുന്ന് പെയിൻ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് വെച്ച ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗും എടുത്തുകൊണ്ട് ഇതുപോലെ സാധനമൊക്കെ ഡോക്യുമെൻറ്റ്സും എല്ലാം എടുത്തുകൊണ്ട് വേഗം തന്നെ കാറിൽ കയറിയിരിക്കാൻ പോയി. അല്ല, ഇവിടുന്ന് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ആണെന്ന് പറഞ്ഞാലും ഒരു 30 മിനിറ്റ്സ് ഭയങ്കര ക്രൂഷ്യൽ ടൈമാണ്.
ഈ പറഞ്ഞ 30 മിനിറ്റ്സിനിടയ്ക്ക് ട്രാഫിക്കൊക്കെ വരുന്നു. അയ്യോ, എനിക്ക് ആ വേദന എടുത്തിരിക്കുന്ന സമയത്ത് ഈ ട്രാഫിക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരുമായിരുന്നു. സിഗ്നലൊക്കെ ആ സമയത്തൊക്കെ സിഗ്നലൊന്നും ഗ്രീൻ ആവുന്നില്ല, അങ്ങ് റെഡായി കിടക്കുക. പിന്നെ കുറച്ച് ബ്ലോക്കും എന്തൊക്കെയാണോ അന്നത്തെ ദിവസം നടന്നത് എനിക്കറിയത്തില്ല. എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ ഞങ്ങൾ എത്തിയിട്ടിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, സെപ്പറേറ്റ് വുമൻ ഹെൽത്ത് സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ വേഗം തന്നെ അവിടെ ചെന്നിട്ട് അവരെന്നെ എക്സാമിൻ ചെയ്തു, ഡയലേഷൻ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്ററിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. അത് ലേബർ റൂം അല്ല, അത് സെപ്പറേറ്റ് ഒരു റൂം. അത് അവിടെ എന്നെ ഇതുപോലെ കൺട്രാക്ഷൻ ചെക്ക് ചെയ്യാനുള്ള മെഷീനിലേക്ക്, അതായത് ഒരു ബെൽറ്റ് പോലെ നമ്മുടെ വയറിൻ്റെ മണ്ടേ വെച്ച് ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന, കൺട്രാക്ഷൻ ചെക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പം അതിൽ ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യും, കൺട്രാക്ഷൻ വരുന്നത് നോക്കും. എൻ്റെ ചെക്കപ്പ് ചെയ്തപ്പം 3 എത്തിയെന്ന് പറഞ്ഞു. ഓക്കെ, ലേബർ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടില്ല. സന്തോഷമായി. ഞാനാണ് പേടിച്ചിരിക്കുന്നത്, ഇനി എങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഈ വേദന സഹിച്ചുകൊണ്ട് വീട്ടിലിരിക്കും ദൈവമേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഭാഗ്യത്തിന് അവരെന്നെ അവിടെ അഡ്മിറ്റാക്കി യൂണിറ്റിൽ. അങ്ങനെ കുറേ നേരം ഇങ്ങനെ പെയിൻ വന്നും പോയി ഇരിക്കുന്ന. ആദ്യമേ അവരെനിക്ക് കോഡീൻ തന്നു. കോഡീൻ ടാബ്ലറ്റ്, സ്ട്രോങ് പെയിൻ കില്ലറാണ്. അത് കഴിച്ചിട്ട് പെയിനൊന്നും അങ്ങനെ പോകുന്നില്ല. പിന്നെ എനിക്ക് ഓരോ കൺട്രാക്ഷൻ വരുമ്പോൾ ഞാനിങ്ങനെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നു. സൗണ്ട് വെളി വരുന്നു. അപ്പുറം ഇപ്പുറമൊക്കെ കുറേ ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ സൗണ്ട് ഇങ്ങനെ കൂടി വരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ. ഈ പെയിനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസസ് ആണ്. അത് ഞാൻ കുറച്ച് വീഡിയോ കണ്ട് ഞാൻ അങ്ങനെ പഠിച്ചായിരുന്നു. ഇത്രയും നാൾ എൻ്റെ മെൻസസ് പെയിന് ഭയങ്കര വലിയ പെയിനാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും ഇതിൻ്റെ മുന്നിലൊന്നും അല്ല. ഈ പെയിൻ എടുത്തിട്ട് കാറാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈയൊക്കെ പിടിച്ച് ഞാനിങ്ങനെ സ്ക്വീസ് ചെയ്യുന്ന ഓരോ പെയിൻ വരുമ്പോൾ ഞാൻ പുള്ളിനെ ഒത്തിരി ഉപദ്രവിച്ച്. കൺട്രാക്ഷൻ വരുന്ന സമയത്തെല്ലാം ഞാനിങ്ങനെ പിടിച്ച് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പിടിക്കുമായിരുന്നു കയ്യിലൊക്കെ. പറഞ്ഞു നമുക്ക് ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ബാക്കി അവിടെ, ശേഷം ലേബർ വാർഡിൽ. അപ്പോൾ ഞാനൊരു ലേബർ വാർഡിൽ നിന്നൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഇനി അധികം നേരമില്ല, പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും, ബേബി പോരും. 4 സെൻറ്റിമീറ്റർ ആയപ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, വേദന എടുക്കുക. എന്നിട്ട് ഞാൻ പിടിച്ച് നിൽക്കുക. എന്നെ അവരൊരു വീൽ ചെയറിലേക്ക് ഉന്തിക്കൊണ്ടങ്ങ് ഒരു ലേബർ വാർഡിലേക്ക് പോകുന്നു. പുറകെ എൻ്റെ ഹസ്ബൻഡ് വരുന്നു. രാവിലെ ഒരു വെളുപ്പിന് 2 മണി തൊട്ട് തുടങ്ങിയ പ്രഹസനം. അത്രേ നേരമായിട്ടിട്ടും ഇതിങ്ങനെ ഇനി എത്ര നേരം ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 4 സെൻറ്റിമീറ്റർ ഡയലേഷനായി എന്നെ ലേബർ വാർഡിലേക്ക് അഡ്മിറ്റാക്കി. ഹോസ്പിറ്റലിൻ്റെ തന്നെ ഒരു ഡ്രസ്സ് തന്നു. ആ ഹോസ്പിറ്റൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ ബെഡിൽ കിടന്ന്. അപ്പോൾ എനിക്ക് അവർ കാലയിൽ സ്റ്റോക്കിങ്സ് ഇട്ട് തന്നു, കംപ്രഷൻ സോക്സ്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ നേഴ്സുമാർ, അതായത് എന്നെ കെയർ ചെയ്യാനായിട്ട് ഒരു മിഡ് വൈഫ് ഉണ്ടായിരുന്നു. സ്പെഷ്യലായിട്ടൊരു മിഡ് വൈഫ് ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്റ്റുഡൻറ്റ് മിഡ് വൈഫ് ഉണ്ടായിരുന്നു. ഈ സ്റ്റുഡൻറ്റ് മിഡ് വൈഫിനെ വേണ്ടെന്ന് അവർ ഈ അപ്പോയിൻമെൻറ്റ്സിൻ്റെ, അതായത് എൻ്റെ പ്രീവിയസ് പ്രഗ്നൻസി അപ്പോയിൻമെൻറ്റ്സിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പോൾ ലേബർ ടൈമിൽ ഇങ്ങനെ സ്റ്റുഡൻറ്റ് മിഡ് വൈഫിൽ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമില്ല, കാരണം അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് മിഡ് വൈഫ് ഉണ്ടായിരുന്നു, അല്ലാണ്ട് ഒരു ശരിക്കും രജിസ്റ്റേർഡ് മിഡ് വൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടും ആണ് എന്നെ പിന്നെ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചതെല്ലാം. അപ്പോൾ എൻ്റെ കൂടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു റൂമിൽ. ഈ സംഭവം എല്ലാം നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര പെയിനാണ്. എനിക്ക് പ്രോപ്പറായിട്ടൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. പെയിൻ കൂടി വന്നപ്പോഴത്തേക്കിനും മിഡ് വൈഫ് പറഞ്ഞു, ഈ പെയിൻ കില്ലർ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. കോഡീൻ എടുത്തു, ഫസ്റ്റ് പാരസെറ്റമോൾ കഴിഞ്ഞു, കോഡീൻ കഴിഞ്ഞു, അതിലൊന്നും നിൽക്കുന്നില്ല. ഇനി അടുത്തൊരു സ്ട്രോങ്ങർ പെയിൻ കില്ലറിന് പെത്തഡിൻ ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞു. പെത്തഡിൻ ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടയിൽ കുത്തും, അത് ഇത്ര മണിക്കൂർ വരെ ആ ഒരു പെയിൻ നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കുട്ടിയാവണം താനും, പക്ഷെ എനിക്ക് പെയിന് സഹിക്കാൻ പറ്റുന്നില്ല.
സാധനം ഞാൻ ആ മിഡ് വൈഫിനോട് പറഞ്ഞു എനിക്ക് എപ്പിഡ്യൂറൽ വേണമെന്ന്. അവർ ഷോക്കായി. കാരണം ഇപ്പോഴേ എപ്പിഡ്യൂറൽ വേണമെന്ന് ചോദിച്ചതിനോട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, ഞാനെന്താണ്ട് എനിക്ക് എന്താ പറയുക ചത്തു പോകുന്ന പോലെ തോന്നുന്നു, അത്രയ്ക്ക് വേദനയായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞാൻ കിടന്ന് ബെഡേ കിടന്ന് പൊളയുന്നെല്ലാം കണ്ട് പുള്ളി ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ പെയിൻ ഇങ്ങനെ നമുക്കല്ലേ ആ സമയത്ത് എങ്ങനെയെങ്കിലും പെയിൻ പോകണം, പക്ഷേ ഡെലിവറി നടക്കണം, പക്ഷേ പെയിൻ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റായി. അവസാനം എൻ്റെ ഡയലേഷൻ ചെക്ക് ചെയ്തപ്പം 6 സെൻറ്റിമീറ്റർ എത്തി. 6 സെൻറ്റിമീറ്റർ എത്തിയപ്പോഴത്തേക്കിനാണ് എനിക്ക് എപ്പിഡ്യൂറൽ തരാമെന്ന് മിഡ് വൈഫ് പറഞ്ഞത്. അപ്പം ഈ എപ്പിഡ്യൂറൽ തരാൻ വേണ്ടിയിട്ട് ഒരു അനസ്തെറ്റിസ്റ്റാണ് വരുന്നത്. പുള്ളിയുടെ അവൈലബിലിറ്റി നോക്കി നടക്കുന്നത്. അന്നത്തെ ദിവസം കുറേ പേര് ലേബർ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുണ്ട്, കുറച്ച് പേർക്ക് ഇതുപോലെ എപ്പിഡ്യൂറലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അനസ്തെറ്റിസ്റ്റാണ് എല്ലാവർക്കും പോയി ഈ എപ്പിഡ്യൂറൽ കൊടുക്കുന്നത്. എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ എപ്പിഡ്യൂറലിനെ പറ്റി പറയാം. എപ്പിഡ്യൂറൽ അസിസ്റ്റഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ലേബർ ടൈമിൽ നമുക്ക് പെയിൻ 0 പെയിൻ ആയിരിക്കും. അതായത് 0 എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ശകലം നമുക്കറിയാൻ പറ്റും. പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള പെയിൻ കില്ലേഴ്സ് എടുക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ല ഓപ്ഷനാണ് എപ്പിഡ്യൂറൽ എടുക്കുന്നത്. കാരണം അത് IV ആയിട്ട് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തരികയല്ല, അതൊരു ഇഞ്ചക്ഷൻ അല്ലത്, ട്രിപ്പ് പോലെ ഇടുന്നത്. അപ്പം എൻ്റെ എപ്പിഡ്യൂറൽ ഇടാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ എൻ്റെ മിഡ് വൈഫ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു ലീഫ്ലെറ്റ് പോലെ തന്നു, എപ്പിഡ്യൂറലിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ്, എപ്പിഡ്യൂറൽ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് വായിക്കാനുള്ളൊരു മെൻ്റൽ സ്റ്റേറ്റ് അല്ലായിരുന്നു. ഹസ്ബൻഡാണ് മൊത്തം വായിച്ചതും എല്ലാം പറഞ്ഞതും എല്ലാം. പക്ഷേ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് പെത്തിഡിൻ വേണ്ട, ഡയറക്റ്റ് എപ്പിഡ്യൂറൽ എടുത്താൽ മതി എന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് പെത്തിഡിനിൽ നിൽക്കില്ല. എൻ്റെ പെയിൻ ടോളറൻസ് എത്ര ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അവരെക്കാട്ടും കൂടുതൽ അറിയാമെന്ന് എനിക്കാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എപ്പിഡ്യൂറൽ മതിയെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അനസ്തെറ്റിസ്റ്റിനെ ഇൻഫോം ചെയ്തു എനിക്ക് എപ്പിഡ്യൂറൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അനസ്തെറ്റിസ്റ്റ് റൂമിൽ വന്നു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഞാൻ അതായത് ബെഡിൽ ഇരിക്കണം, അപ്രൈറ്റ് പൊസിഷനിൽ ഇരുന്നിട്ട് ബെൻഡ് ചെയ്യുമ്പോൾ അനങ്ങാൻ പാടില്ല. അപ്പം ഇതിൻ്റെ ഈ ബാക്കിൽ ഒരു മാർക്ക് ചെയ്യുക എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പം ആ ഒരു പോയിന്റ് മാറി വേറെ ഇടത്തൊന്നും ഇഞ്ചക്ട് ചെയ്യാൻ ഈ ഇഞ്ചക്ഷൻ കൊടുക്കും ഫസ്റ്റ്, അത് അങ്ങനെ റോങ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതേ സെയിം സ്പോട്ടിൽ കിട്ടാനായിട്ട് നമ്മൾ അനങ്ങാതെ സ്റ്റഡി ആയിട്ടിരിക്കണമെന്ന്. അങ്ങനെ ഇരുന്നാൽ മാത്രമേ എപ്പിഡ്യൂറൽ വരത്തുള്ളൂ. ഞാനാണെങ്കിൽ എൻ്റെ ദൈവമേ, ഞാൻ വേദന എടുത്തിട്ട് പൊളഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ കയ്യെ പിടിക്കുന്നു, അടുത്തിരിക്കുന്നവരെല്ലാവരും ഞാനിങ്ങനെ മുറുക്കി പിടിക്കുന്നു, ബെഡെ കിടന്ന് പൊളയുന്നു വേദന എടുത്തിട്ട്. അപ്പം ഇങ്ങനെയെല്ലാം ചെയ്യുന്ന എന്നോട് സ്റ്റഡി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് എപ്പിഡ്യൂറൽ പോലും കിട്ടത്തില്ലല്ലോ ദൈവമേ, ഞാനിങ്ങനെ വേദനിച്ച് എത്ര നേരം വേദന എടുത്തുകൊണ്ടിരിക്കുന്ന ആലോചിച്ച് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായി. പിന്നെ അനസ്തെറ്റിസ്റ്റ് വന്ന് പ്രൊസീജിയർ പറഞ്ഞു തന്നു. അപ്പം ഞാൻ എത്ര പെട്ടെന്ന് എനിക്ക് എപ്പിഡ്യൂറൽ കുത്തിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുക. എന്നിട്ട് ഞാൻ ഇതുപോലെ ബെൻഡ് ചെയ്ത് ഇരുന്ന് കൊടുത്തു. എന്നിട്ട് എൻ്റെ ബാക്കിൽ ആദ്യമേ എന്തോ ഒരു ടേപ്പ് പോലെ എന്തോ ഒട്ടിച്ചിട്ട് അവർ ലൊക്കേഷൻ മാർക്ക് ചെയ്ത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നത്. ബാക്കിൽ ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ, ഒരു നീഡിൽ കുത്തും. അത് കഴിഞ്ഞിട്ട് അവർ ബാക്കിലൂടെ ഒരു കാത്തറ്റർ, ഒരു സ്റ്റാൻഡ് ഇടും, സൈഡിലൊരു സ്റ്റാൻഡുണ്ട്, എപ്പിഡ്യൂറൽ വരുന്ന സ്റ്റാൻഡുണ്ട്. അത് ഒരു കാത്തറ്റർ, പ്ലാസ്റ്റിക് വയറ് പോലെ അതിൽ കണക്ട് ചെയ്തിട്ട് അതായിരിക്കും നമ്മുടെ ബാക്കിലേക്ക് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ കൂടെ ഈ മെഡിസിൻ വന്നുകൊണ്ടിരിക്കും ബോഡിയിലോട്ട്. അങ്ങനെയാണ് എപ്പിഡ്യൂറൽ കയറുന്നത്. അപ്പോൾ ഞാൻ ഈ കുത്തിയതും അറിഞ്ഞില്ല, എപ്പിഡ്യൂറൽ കണക്ട് ചെയ്തത് അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പോയിന്റ് പറയാൻ പറഞ്ഞത്, ഞാൻ ഗ്യാസ് ആൻഡ് എയർ എടുക്കാൻ തുടങ്ങിയായിരുന്നു. ഗ്യാസ് ആൻഡ് എയർ എടുത്തതിന് ശേഷമാണ് എനിക്ക് എപ്പിഡ്യൂറൽ തന്നത്. അപ്പോൾ ആ ഗ്യാസ് ആൻഡ് എയറിൻ്റെ എഫക്റ്റിൽ എപ്പിഡ്യൂറലിൻ്റെ ഇത് കുത്തിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. പിന്നെ കൺട്രാക്ഷൻ പെയിനും ഉണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ചെറിയൊരു സൂചി കുത്തുന്ന വേദനയൊന്നും നമ്മൾ അറിഞ്ഞേയില്ല. ഗ്യാസ് ആൻഡ് എയർ എന്ന് പറഞ്ഞാൽ ഒരു കുഴൽ പോലൊരു സാധനമുണ്ട്. അതിലിങ്ങനെ ഒരു പഫ് എടുക്കും, കൺട്രാക്ഷൻ വരുമ്പോൾ പഫ് എടുക്കും. എന്നിട്ട് നമ്മളത് ബ്രീത്ത് ഇൻ ചെയ്തിട്ട് പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യും.
അപ്പോൾ കൺട്രാക്ഷൻ വരുന്ന സമയത്ത് മാത്രം അത് ചെയ്യാൻ പറയും. പക്ഷേ ആ സമയത്ത് എനിക്ക് എപ്പോഴെപ്പോഴും പെയിൻ എടുത്ത് കൺട്രാക്ഷൻ വന്നിട്ട് ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ പറയും നമ്മുടെ മൗത്ത് അപ്പടി ഡ്രൈ ആയി പോവും, ഹെവി ആണല്ലോ. പിന്നെ ഇത് ഒത്തിരി വലിച്ച് ചെയ്യുമ്പോൾ ഒരുമാതിരി ഡിസിനെസ് പോലെ തോന്നും. നമുക്ക് എന്തോ എക്സാക്ട്ലി പറഞ്ഞാൽ എന്താ പറയുക, നല്ല എന്താ പറയുക കിളി പോയൊരു സ്റ്റേറ്റ് ആയിരിക്കും അത്. നമ്മളിങ്ങനെ ഭയങ്കര ലൈറ്റ് ഹെഡഡ് ആവും നമ്മുടെ ഈ ഗ്യാസ് ആൻഡ് എയർ എടുക്കുമ്പോൾ. ഈ ഗ്യാസ് ആൻഡ് എയർ എടുത്തതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പിഡ്യൂർ എടുത്തത്. അത് ഞാൻ വിട്ടുപോയായിരുന്നു കേട്ടോ പറയാൻ. എപ്പിഡ്യൂറിൽ പറയാനുള്ള ആ ഒരു ഇതിൽ ഗ്യാസ് ആൻഡ് എയർ എടുത്ത കാര്യം മറന്നുപോയി. ഫസ്റ്റ് ഗ്യാസ് ആൻഡ് എയർ, അത് കഴിഞ്ഞിട്ടായിരുന്നു എപ്പിഡ്യൂറിലും. ഈ എപ്പിഡ്യൂറിൽ എടുത്തതിന് ശേഷം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ഇതിൻ്റെ ആക്ഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് എടുത്തു അതൊന്ന് പ്രവർത്തിച്ചു തുടങ്ങാനായിട്ട്. പിന്നെ അതിന് ശേഷം എനിക്ക് ഒരു പെയിനും ഇല്ലായിരുന്നു. പെയിനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും അറിഞ്ഞില്ല. പിന്നെയാണ് ഞാൻ ആൾക്കാരെ കാണാനും സംസാരിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചതും ഒന്ന് ചെറുതായിട്ട് ചിരിക്കാനൊക്കെ തുടങ്ങിയത്. കാരണം ആ എപ്പിഡ്യൂറിൽ ഒത്തിരി എന്താ പറയുക, കൺട്രാക്ഷനെ നമുക്ക് അറിയുന്നേ ഇല്ല. നമ്മുടെ ബോഡി കൺട്രാക്റ്റ് ആവുന്നുണ്ട്, പക്ഷേ അറിയുന്നില്ലായിരുന്നു. ഈ മെഷീനിൽ നോക്കുമ്പം കൺട്രാക്ഷൻ വരുന്നതും പോകുന്നതെല്ലാം കാണാം, പക്ഷേ എനിക്കൊന്നും ഫീൽ ആവുന്നില്ല. അപ്പോൾ നമ്മുടെ അരയ്ക്ക് താഴോട്ട് ഏകദേശം നമ്മുടെ അരയ്ക്ക് താഴോട്ടേക്ക് ഫുള്ള് മരച്ചിരിക്കും. അത് നമുക്ക് തൊട്ടാൽ പോലും അറിയത്തില്ല. ഈ കാല് രണ്ടും തന്നെ അടുപ്പിച്ച് വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കാലെടുത്ത് അങ്ങോട്ട് നീക്കാനോ മറ്റാനോ ഒന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശേഷി നഷ്ടപ്പെട്ട ഒരവസ്ഥ പോലെ ആയിരിക്കും എപ്പിഡ്യൂറിൽ എടുക്കുമ്പോൾ. അതായത് ഇവരായിരിക്കും എൻ്റെ കാലെടുത്ത് അപ്പുറത്തോട്ട് വെക്കുന്നത് ഇപ്പുറത്തോട്ട് വെക്കുന്നത്, ഞാൻ ഒന്നും അറിയുന്നില്ല. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് മരച്ചിരിക്കുക, താഴോട്ടൊക്കെ അരയ്ക്ക് താഴോട്ട് മരച്ചിരിക്കുക. അപ്പോൾ ഞാൻ പെയിൻ അറിയാതിരിക്കാനായിട്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഇത് സ്ട്രോങ് മെഡിക്കേഷനാണ്, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മെഡിക്കേഷനാണ്. അപ്പോൾ അത് എടുത്തിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ് മര്യാദയ്ക്ക് ബെഡേ കിടന്നത്. ഞാൻ ബെഡിൽ നിന്ന് ഇങ്ങനെ പൊളഞ്ഞ് നിരങ്ങി വീഴാൻ പോകുന്ന പോലെയായിരുന്നു. അപ്പോൾ എൻ്റെ നേഴ്സ് എൻ്റെ സിറ്റുവേഷൻ കണ്ടിട്ട് പിന്നെ അവരും ഒന്നും പറഞ്ഞില്ല, നേരെ എപ്പിഡ്യൂറിലേക്ക് പോവായിരുന്നു. അങ്ങനെ എപ്പിഡ്യൂറിലെടുത്ത് ഞാൻ പതുക്കെ റിലാക്സ് ആവാൻ തുടങ്ങി. കൺട്രാക്ഷൻ നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് എപ്പിഡ്യൂറിൽ കിട്ടിയത്. അതിനുശേഷം ഒരു നേഴ്സൊക്കെ ഇങ്ങനെ വന്ന് എന്നെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കൺട്രാക്ഷൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, BP ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നോക്കും, ബേബിയുടെ ഹാർട്ട് റേറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴായിരുന്നു എൻ്റെ ഡയലേഷൻ ചെക്ക് ചെയ്തത്. അറൗണ്ട് 6 o'clock ഒക്കെ ആയപ്പോഴത്തേനും എൻ്റെ ഡയലേഷൻ ചെക്ക് ചെയ്തപ്പം ഏകദേശം 9 അടുത്തെത്തി. 9-10 ആവാറായെന്ന് പറഞ്ഞു അവർ. അപ്പം ഞങ്ങൾ ശരിക്കും ഷോക്കായി പോകണം. എപ്പിഡ്യൂറിൽ ഇരുന്നുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് കൺട്രാക്ഷൻ അത്രയും ഫാസ്റ്റായി പെട്ടെന്ന് തന്നെ 10 ആവാറായെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 7 മണി ആയപ്പോഴത്തേനും അവർ പറഞ്ഞു ഞാൻ ഡയലേറ്റഡ് ആയി 10 ആയി, ഇനിയിപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് പുഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അതുവരെ ഓക്കെ ഇത്രയും രാവിലെ തൊട്ട് തുടങ്ങി, വെളുപ്പിന് 2 മണിക്ക് തുടങ്ങിയ സംഭവം വൈകുന്നേരം 7 മണി വരെ ആയപ്പോഴാണ് എനിക്ക് ഡയലേഷൻ 10 എത്തുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മിഡ് വൈഫ് വന്നിട്ട് അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞു. അപ്പം ഡേ ഷിഫ്റ്റാണ് അവർ, അത് നൈറ്റ് ഷിഫ്റ്റ് വേറെ മിഡ് വൈഫ് വരും, അവരായിരിക്കും ബാക്കി ടേക്ക് ഓവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം നൈറ്റ് ഷിഫ്റ്റിലെ മിഡ് വൈഫ് വന്നു. ഇതുപോലെ മൊത്തം ചെക്ക് ചെയ്തു, ഡയലേഷൻ ചെക്ക് ചെയ്തു, 10 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 10 ഡയലേഷൻ തന്നു കഴിഞ്ഞ ശേഷം നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആക്റ്റീവ് പുഷിംഗ് എന്ന് പറയും. അതായത് 1 hour ആക്റ്റീവ് പുഷിംഗ്. നമ്മൾ സ്വന്തമായിട്ട് ശ്രമിക്കുക, പുഷ് ചെയ്തിട്ട് ബേബീനെ പുറത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ തരും. എന്നിട്ട് അത് നടന്നില്ലെങ്കിലായിരിക്കും അതുപോലെ എന്തെങ്കിലും അസിസ്റ്റഡ് ആയിട്ടുള്ള ഡെലിവറിക്ക് ഹെൽപ്പ്, ഫോർസപ്പ് അസിസ്റ്റഡ് അല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും ബേബി ഡിസ്ട്രെസ് ആവണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഡോക്ടേഴ്സ് വരും. അതൊക്കെ നടക്കുന്നത് പിന്നീട്. അപ്പം എനിക്ക് ഈ 1 hour ആക്റ്റീവ് പുഷിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 8 മണി തൊട്ട് 8-8:30 എൻ്റെ പുഷിങ് സ്റ്റാർട്ടാകുന്നത്. എൻ്റെ ദൈവമേ, പുഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ദൈവമേ ഒരു പുഷ് ചെയ്യുക എന്നുള്ള തരത്തിൽ. ഈ പെയിൻ സഹിച്ചതിനെക്കാട്ടും പാടാണ് എനിക്ക് പുഷ് ചെയ്യുക എന്നുള്ളത്. ഞാനങ്ങനെ ഓരോ കൺട്രാക്ഷൻ വരുമ്പോൾ എന്നോട് എപ്പിഡ്യൂറിൻ്റെ ഡോസിലിരിക്കുന്നുണ്ട്. സത്യം നമുക്ക് കൺട്രാക്ഷൻ കറക്റ്റ് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഒരു ഡോസ് കുറച്ചതിന് ശേഷം ഞാൻ പിന്നെ അറിയാൻ തുടങ്ങി. അപ്പോൾ ഈ കൺട്രാക്ഷൻ വരുന്ന സമയത്തിനോട് പുഷ് എന്ന് പറയും. അങ്ങനെ ഞാൻ എൻ്റെ ശക്തിയെല്ലാം എന്താ പറയുക സ്വരൂപിച്ച് ഞാനങ്ങ് പുഷ് ചെയ്ത്
എത്ര ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. എനിക്ക് എൻ്റെ ഹോപ്പ് വിടാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു എനിക്ക് പുഷ് ചെയ്ത് എൻ്റെ ബേബീനെ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഞാൻ കരയാൻ തുടങ്ങി. അവസാനം അവരെ എനിക്ക് എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെക്കൊണ്ട് പറ്റും, നീ ട്രൈ ചെയ്. എന്നിട്ട് പറഞ്ഞു പുഷ് ചെയ്യുമ്പോൾ ലോങ് പുഷ് ചെയ്യണം, ഷോർട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേബീനെ, അതായത് ബേബിയുടെ തല വെളിയിലോട്ട് വരുന്നവർക്ക് കാണാൻ പറ്റും. പക്ഷേ ഞാൻ അപ്പോഴേക്കും ടയേർഡായിട്ട്, ഒന്നാമത്തെ കാര്യം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അന്നത്തെ ദിവസം. രാവിലെ ഒരു 7 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ആകെ വെള്ളം, ജ്യൂസ് അങ്ങനെ മാത്രമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ക്ഷീണം കാരണം എനിക്ക് പുഷ് ചെയ്യാൻ പോലും എനർജി ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നേരം പുഷ് ചെയ്തിട്ടും ബേബി വരുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്താണേലും ബേബീനെ പുറത്തെടുക്കുക, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും അവർ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ വന്നിട്ട് പുള്ളി പറഞ്ഞത് എനിക്ക് തന്ന സമയം കഴിഞ്ഞു, അതായത് ഞാൻ പുഷ് ചെയ്ത് ബേബി വരേണ്ട ആ ഒരു സമയം കഴിഞ്ഞു, ഇനി ഫോർസെപ്സ് വെച്ചിട്ട് ബേബീനെ പുറത്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവമേ എന്ത് എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ബേബി ഒന്ന് പുറത്തു വന്നാൽ എന്നുള്ളൂ. ഫോർസെപ്സ് എന്നൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നേ ഇല്ല. കാരണം ഞാൻ ആകെ തളർന്നു. ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ടുള്ള ഈ പെയിൻ സഹിച്ചിരിക്കൽ, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എപ്പിഡ്യൂറിൽ നമ്മുടെ ബോഡിയിൽ ഇട്ടാൽ നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അതിൻ്റെ ടയർഡ്നെസ് ഉണ്ട്, പിന്നെ പുഷ് ചെയ്യാനുള്ള എനർജി ഇല്ല. അപ്പം ആകെ എന്ത് പറയാം, എനിക്കങ്ങ് ദൈവമേ എനിക്കൊരു ശക്തി തരണേ, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് നോർമൽ ഡെലിവറിയിലേക്ക് കൊണ്ടെത്തിക്കണേ എന്നെയെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഡോക്ടർ വന്നിട്ട് ഫോർസെപ്സ് റെഡിയാക്കാൻ പറയുന്നു. അപ്പം മിഡ് വൈഫ് ഇതെല്ലാം ട്രേ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞു, ആ സമയത്ത് തന്നെ എനിക്ക് കൺട്രാക്ഷൻ വരുന്നു, ഞാൻ പുഷ് ചെയ്തു, ഞാൻ എൻ്റെ മാക്സിമം അതുവരെ ഡോക്ടർ ഫോർസെപ്സ് എടുക്കുന്നിടം വരെയും ഞാൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഫോർസെപ്സ് ഇല്ലാതെ എങ്ങനെയെങ്കിലും ബേബീനെ എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ മാക്സിമം പുഷ് ചെയ്തുകൊണ്ടിരുന്നു. കറക്റ്റ് ഡോക്ടർ വന്നു, ഫോർസെപ്സ് ട്രേ സെറ്റ് ചെയ്തു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞു. ആ സമയമായപ്പോഴത്തേന് എനിക്ക് എവിടുന്നത്തില്ല ഒരു ഭയങ്കര വലിയൊരു കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ കൺട്രാക്ഷനാണ് എന്ന് എനിക്ക് തോന്നി. കാരണം അത്രയ്ക്കും ഫോഴ്സ്ഫുള്ളി ഒരു കൺട്രാക്ഷൻ വരുന്നു. ബോഡിയുടെ ബേബി താഴോട്ടേക്ക് വന്നു കഴിഞ്ഞു. ഇനി ബേബിനെ ആ ഒരൊറ്റ പുഷിൽ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു കൺട്രാക്ഷനായിരുന്നു അത് ഞാൻ മാക്സിമം പുഷ് ചെയ്തു. അപ്പോഴേക്കും പുള്ളി ഡോക്ടർ എന്നോട് പറഞ്ഞു ഞാൻ സൈഡ് കട്ട് ചെയ്യുക, അത് എപ്പിസോട്ടമി എന്ന് പറയും. ബേബിയുടെ ഹെഡ് പുറത്തേക്ക് ഓൾമോസ്റ്റ് അതായതൊരു ഹാഫ് എത്തിക്കഴിഞ്ഞു. ഇനിയൊരു ഹാഫും കൂടെ ഇറങ്ങിയാൽ സ്മൂത്തായിട്ട് ഇറങ്ങി വരും. പക്ഷേ ഈ ടയർ വരാൻ ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് എപ്പിസോട്ടമി ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് പുഷ് ചെയ്യരുതെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ആ കൺട്രാക്ഷനിൽ എനിക്ക് തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം പുഷ് ചെയ്യാനായിട്ട് പറയുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഈ എപ്പിസോട്ടമി ചെയ്യുന്നു. അപ്പോൾ എപ്പിസോട്ടമി ചെയ്യുന്ന സമയത്ത് പുഷും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ടയറിൻ്റെ ഡിഗ്രി കൂടിയിട്ട് പിന്നെ അത് ഹീൽ ചെയ്യാൻ പറ്റാത്ത ടയറാകും. അപ്പോൾ ഇതെല്ലാം കൊണ്ടൊരു ഇതായി. അങ്ങനെ ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഡോക്ടർ പെട്ടെന്ന് തന്നെ ഈ ഇൻസിഷൻ നടത്തി. അങ്ങനെ കട്ട് ചെയ്തപ്പം പിന്നെ എനിക്കറിയില്ല ഡോക്ടർ എന്തോ ഈ കൈ കുട്ടിയുടെ ഹെഡിൻ്റെ അവിടെ വെച്ച് എന്തോ ഒരു പുഷ് ചെയ്തു, എന്തോ ഒരു മൂവ്മെൻറ്റ് ചെയ്തു. പിന്നെ പെട്ടെന്ന് തന്നെ ബേബിയുടെ ഹെഡ് പുറത്തു വന്നു. അങ്ങനെ ഒരു ശരിക്കും ഒരു പ്രഷർ താഴെ കൂടെ റിലീസ്, ഒരു ഫുൾ ബോഡിയുടെ ഒരു പ്രഷർ റിലീസായി പോലെ നമ്മൾ ഒരു വലിയൊരു റിലാക്സിങ് സ്റ്റേറ്റ് എത്തി. കാരണം എന്തോ ഇറങ്ങിപ്പോയത് നമുക്ക് ഫീലായി. അത്രയും എപ്പിഡ്യൂറലിനെ മരച്ചിരിക്കുക എന്ന് പറഞ്ഞാലും ആ ഒരു ബേബി ഇറങ്ങി പോകുന്നത് ശരിക്കും അറിയാൻ പറ്റി കേട്ടോ ബോഡിയിൽ. എന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് റിലാക്സായി, എനിക്ക് സമാധാനമായി. എൻ്റെ ബേബി പുറത്തെത്തി. ബേബീനെ കണ്ടപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു. എനിക്കെന്തോ വലിയൊരു പരിശ്രമത്തിന് ശേഷം എന്തോ ഒരു സംഭവം കിട്ടിയ പോലെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അതിൻ്റെ ഒരു ക്ലിപ്പുണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് കണ്ട് ഭയങ്കര ഇമോഷണൽ ആവാറുണ്ട്. കാരണം അതൊരു പ്രത്യേക ഒരു ഇതാണ് അത്. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ബേബീനെ എന്നിട്ട് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിനായിട്ട് നമ്മൾ എന്നെ നെഞ്ചത്തോട്ട് വെച്ചിട്ടു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ബേബി എൻ്റെ ഫേസിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിരുന്ന് കരച്ചിൽ, ഞാൻ കരയുന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. സോ എൻ്റെ ലേബർ സ്റ്റോറി നിങ്ങൾ കണ്ടല്ലോ. അപ്പം
NHS ഹോസ്പിറ്റലിലെ ഡെലിവറി വിശേഷങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.